ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേക്കാൾ ശക്തമായി പുനർനിർമ്മിക്കുമെന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്ത് വന്നു. ഇസ്രായേൽ അമേരിക്ക ആക്രമണങ്ങളിൽ തകരാറുകൾ സംഭവിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേക്കാൾ മികച്ച രീതിയിൽ പുനർനിർമ്മിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. അറ്റോമിക് എനർജി ഓർഗനൈസേഷനിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത്. ഇറാന്റെ ആണവ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് പ്രതികരിച്ചത്. ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് തങ്ങൾക്കൊരു വലിയ പ്രശ്നമല്ലെന്നും വീണ്ടും ശക്തമായ രീതിയിൽ അവ പുനർനിർമ്മിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞത്. എന്നാൽ ടെഹ്റാൻ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തിപ്പിച്ചാൽ വീണ്ടും ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ലോകരാജ്യങ്ങളുമായി 10 വർഷമായുള്ള കരാർ അവസാനിപ്പിച്ച സാഹചര്യത്തിൽ തങ്ങളുടെ ആണവ പരിപാടികൾക്ക് ഇനി നിയന്ത്രണങ്ങളൊന്നുമില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. ഇനി മുതൽ ഇറാനിയൻ ആണവ പദ്ധതിക്കും അനുബന്ധ സംവിധാനങ്ങൾക്കും മേലുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ 2015 കരാറിലെ എല്ലാ വ്യവസ്ഥകളും അവസാനിപ്പിച്ചതായി കണക്കാക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ലോകത്തിനോടുള്ള പ്രതിബദ്ധത തുടരുമെന്നും അറിയിച്ചു. മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവ ബോംബ് നിർമ്മിക്കാനാവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഇറാന് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി പറഞ്ഞു. US നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളുന്നതായിരുന്നു റാഫേൽ ഗ്രോസിയുടെ പ്രസ്താവന. എല്ലാം പൂർണ്ണമായി അപ്രതീക്ഷിതമായി എന്നും അവിടെയൊന്നും ശേഷിക്കുന്നില്ല എന്നും അവകാശപ്പെടാൻ കഴിയുന്നില്ല, റാഫേൽ ഗ്രോസി മാധ്യമങ്ങളോട് പറഞ്ഞു. ടെഹ്റാനിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നും ഇറാന് അതിനുള്ള സാങ്കേതിക ശേഷിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 13 ഇറാനിൽ ആണവായുധ നിർമ്മാണം തുടക്കമിടുന്നു എന്നവകാശപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചത്. പിന്നീട് USഉം ഇറാനെ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളായ നദാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു US ആക്രമണം. തുടർന്നാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നുവെന്ന് ട്രംപ് വാദമുന്നയിച്ചത്. എന്നാൽ ഇതുവരെയും ആണവ കേന്ദ്രങ്ങൾക്ക് സംഭവിച്ച കേടുപാടുകളുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതിനിടയ്ക്കാണ് അവ ഇനിയും ശക്തമായി പുനർനിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ ഇങ്ങനെ വെല്ലുവിളിച്ചതുകൊണ്ട് തന്നെ ട്രംപും മുന്നോട്ടു പോകാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. നേരത്തെ ആക്രമിച്ച ഈ ആണവ കേന്ദ്രങ്ങൾ ഭാഗികമായെങ്കിലും തകർന്നു എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ട്രംപ് അന്ന് പറഞ്ഞത്. എന്നാൽ ഇതിന് മറുപടിയൊന്നും ഇറാൻ നൽകിയിരുന്നില്ല. അതിനുശേഷമാണിപ്പോൾ വീണ്ടും അവ പുനർനിർമ്മിക്കുമെന്ന് തന്നെ ഇറാൻ വ്യക്തമാക്കിയത്.